അല്ല, എനിക്ക് പറയാനുള്ളത് സർക്കാർ രൂപീകരണം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാളെ സത്യപ്രതിജ്ഞയാവുന്നുള്ളൂ. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. നമ്മുടെ നാട്ടിൽ വർഗീയത ഇളക്കി വിട്ടാൽ അതിനെ ജനം അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നല്ല ഉദ്ദേശമല്ല. എനിക്കറിയാനുള്ളത്, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു സർക്കാർ വന്നു, പുതിയ സർക്കാർ വന്നു, ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഇപ്പം എന്താണ്? ഇത്തരം തമാശകൾക്കല്ല, നാടിന് മാറ്റം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്താണ് നടക്കാൻ പോകുന്നുള്ളതാണ് ജനം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് UDF ഗവൺമെന്റ്. അതിനുള്ള സമയം കൊടുക്കണം. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. കേരളം അവർക്ക് പറ്റുന്ന സാഹചര്യമുള്ള നാടല്ല. ഇത് നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന നാടാണ്. പിന്നെ UDFന്റെ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം, UDFന്റെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഏതെങ്കിലും മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കക്ഷികളല്ല. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് നടപ്പിലാക്കും. അതേ നടക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെതായ രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ലീഗിൻ്റെതായിട്ടുണ്ടാവും. പക്ഷേ ഇത് UDF സംവിധാനമാകുമ്പോൾ പരസ്പരം അംഗീകരിച്ച് എല്ലാവർക്കും യോജിക്കാവുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇങ്ങനെ വേറെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് നല്ല സുഗമമായ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്നതിന് പകരം എതിർക്കുന്നതായിട്ട് ജനം മനസ്സിലാക്കും.